അദ്ദേഹത്തിൻ്റെ വിയോഗം വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഏതോ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ എന്നോട് പറഞ്ഞു, കണ്ണിന് കാഴ്ച പോയി തുടങ്ങി, ഒരു കണ്ണിനെന്തോ പ്രശ്നമുണ്ട്, ഫൈറ്റ് ചെയ്തപ്പോൾ പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാജേട്ടൻ വീണ്ടും ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഫൈറ്റ് ചെയ്ത് പോയതല്ല ശരിക്കും, അത് ഡയബറ്റിക് സംബന്ധമോ മറ്റോ ആണ്, എന്തോ പറഞ്ഞു. ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കണില്ല. ശാരീരികമായി വളരെ കുഴപ്പത്തിലാണ് ഞാൻ, എനിക്ക് കണ്ണ് കാഴ്ച ശരിക്കില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു കോമഡിയും അവിടെ ഉണ്ടായി. രാജേട്ടൻ ആള് മാറി ഒരാളുടെ പോയി ഷോൾഡറെ കൈയിട്ട് ചെവിയിലെന്തോ ഒരു രഹസ്യം പറഞ്ഞ് പെട്ടെന്ന് അയാൾ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി. രാജേട്ടൻ ഞെട്ടിപ്പോയി. ഉദ്ദേശിച്ച ആളായിരുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു, മോനെ ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഇത് എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. എനിക്കൊന്ന് ലവിൻ സിംഗപ്പൂരാണെന്ന് തോന്നുന്നു ആ പടം. അത് ആ ലൊക്കേഷൻ കാരക്കുടിയായിരുന്നു, അവിടെ വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ വലിയൊരു ആർട്ടിസ്റ്റ്, ഏതു നേരവും ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത്രയും തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഒരുപാട് വിഷമം തോന്നി. എന്തായാലും ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു വലിയ മനുഷ്യനാണ് രാജേട്ടൻ.